എൻ്റെ പേര് റാഷിദ്. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം വയനാട്ടിൽ മേപ്പാടിയുള്ള മുണ്ടക്കൈ എന്ന സ്ഥലത്താണ്. പിന്നെ ഞങ്ങൾ ഇപ്പോൾ ഞാൻ നോക്കി നടത്തുന്ന സ്ഥലം എലാസ്റ്റേസ് എന്ന് പറഞ്ഞ ഒരു പ്രൊജക്റ്റാണ്. അതിൽ ഒരു ടോട്ടൽ 11 ഏക്കറോളം ആണ് സ്ഥലമുള്ളത്. 2.5 ഏക്കറോളം കാപ്പിയും ബാക്കിയുള്ളതിൽ റിസോർട്ട് പിന്നെ ഏലകൃഷി ഒക്കെ ഉള്ളത്. അങ്ങനെ ഒരു റിസോർട്ട് ചെയ്യാന്നുള്ള ഉദ്ദേശത്തോടെ അങ്ങനെ വന്ന് സ്ഥലം കണ്ടു നോക്കിയപ്പോൾ ഈ ഏരിയക്ക് വരുന്നിടത്തൊക്കെ ഏലത്തോട്ടങ്ങളാണ് കൂടുതൽ വേണ്ടത്. അതിലൊരു അട്രാക്ഷനായിപ്പോൾ ഈ ഏലത്തിൻ്റെ ആ ഒരു ശാന്തതയും ആ ഒരു ഫീലിങ്സ് കണ്ടുകൊണ്ട് അവർക്ക് ഏലം കൂടി ചെയ്യാം എന്നുള്ള ഉദ്ദേശം കൂടി ആയി. അങ്ങനെ ഇങ്ങോട്ട് വന്ന് അവർ പിന്നെ കുറച്ച് ആദ്യം 1 ഏക്കർ സ്ഥലം എടുത്ത് അതിൽ റിസോർട്ട് ചെയ്യാന്നുള്ള ഉദ്ദേശമായിരുന്നു. പിന്നീട് കുറച്ചും കൂടി കൂടുതൽ സ്ഥലം എടുത്തിട്ട് അതിൽ ഏലത്തോട്ടവും ഒപ്പം റിസോർട്ടും എല്ലാം കൂടി ആകുമ്പോൾ ഒരു ഫാം ഹൗസ് സെറ്റപ്പിൽ ഉഷാറാക്കാന്നുള്ള ഒരു രീതിയിലേക്ക് മാറി. അങ്ങനെ പിന്നെ ഞങ്ങൾ ആദ്യം ഈ സ്ഥലം മൊത്തത്തിലൊരു കുന്നും മലയൊക്കെ ആയിട്ട് കാട് പിടിച്ച് കിടക്കിയിരുന്നു. ആദ്യമായിട്ട് ഞങ്ങളിവിടെ ചെയ്തത് പിന്നെ അതൊന്ന് ഒരു ലാൻഡ്സ്കേപ്പ് ഒന്ന് കറക്റ്റ് ആക്കാന്നുള്ള രീതിയിൽ JCB കൊണ്ട് ഒരു തട്ടുതട്ടാക്കി ഒരു കൃഷിക്ക് അനുയോജ്യമായ ഭൂപ്രദേശമാക്കി മാറ്റി. അങ്ങനെ പിന്നെ ഇവിടെ അടുത്തുള്ള എല്ലാ എസ്റ്റേറ്റുകളിലും പോയിട്ട് പിന്നെ ഇതിനെക്കുറിച്ച് കുറച്ച് കൂടുതൽ അറിഞ്ഞു. ഇത് എങ്ങനെയാണ് നടേണ്ടത്, ഇതിൻ്റെ നല്ല തൈ എവിടുന്ന് കിട്ടും. അപ്പോൾ ആദ്യമൊക്കെ ഇവിടുന്ന് ഇടുക്കി തന്നെ പോയിട്ട് തൈ വാങ്ങണം എന്നൊക്കെയുള്ള ഒരു അഭിപ്രായമൊക്കെ വന്നത്. അത് പിന്നെ ഞങ്ങൾ ഇവിടെ നല്ല രീതിയിൽ നടത്തുന്ന ഒരു എസ്റ്റേറ്റ് ഉണ്ട്, റാണിമല എസ്റ്റേറ്റ് പറഞ്ഞു. അവിടെ പോയി അവിടെ ഒരു പ്രായമായ ഒരാളുണ്ട്, മൂപ്പര് ഒരു 10-40 വർഷമായിട്ട് അവിടെ തന്നെ കൃഷി ചെയ്യുന്ന ആളാണ്. അയാളത്ത് പോയിച്ച് ചോദിച്ചു ഇങ്ങനെ ഏല കൃഷി ചെയ്യാൻ പ്ലാൻ ഉണ്ടെന്ന്. അത് ഒരു മൂപ്പരെ കയ്യിൽ നിന്ന് ഒരുപാട് അറിവുകൾ കിട്ടി. അങ്ങനെ പിന്നെ ഞങ്ങൾ പിന്നെ സംശയം ഉണ്ടായിരുന്നത് ഈ ഭൂപ്രദേശത്തിന്റെ വിഷയമാണ്. കാരണം ഭയങ്കര സ്ലോപ്പാണ്, അവിടെ ഏല ഉണ്ടാവുമെന്ന് വരെ സംശയമായിരുന്നു. അങ്ങനെ ഊപ്പർ പറഞ്ഞു അങ്ങനെ സ്ലോപ്പുള്ള സ്ഥലത്താണ് കൂടുതൽ ഏല കൃഷി ചെയ്യാൻ പറ്റിയ സ്ഥലം എന്നുള്ളത്. അത് മനസ്സിലാക്കിയോടെ പിന്നെ ഞങ്ങൾ ആ സ്ലോപ്പ് ഒന്ന് ഫ്രഷാക്കി കാടൊക്കെ വെട്ടി വൃത്തിയാക്കി JCB കൊണ്ട് ഇത് ഒന്ന് മണ്ണൊക്കെ ഒന്ന് ഇളക്കിയിട്ട് ഏലം നട്ടു തുടങ്ങി. ആ റാണിമല പറഞ്ഞ സ്ഥലത്ത് തന്നെയാണ് ഈ തൈ എടുത്തിട്ടുള്ളത്. അവിടുന്ന് ഏലം നട്ട് ആദ്യം പിന്നെ എന്തും മരുന്നടിക്കണം എന്നുള്ളൊരു വിഷയം ഉണ്ടായിരുന്നു. പിന്നെ ഒന്നാമത് ഇവിടെ റിസോർട്ടും കൂടി ഉള്ളതുകൊണ്ട് പിന്നെ ഇവിടെ ഗസ്റ്റുകൾ വരുമ്പോൾ അവർക്ക് ഈ ഒരു ഇതിൻ്റെ ഈ മരുന്നിൻ്റെ സ്മെല്ലും, നമ്മൾ ഈ നാട്ടിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവിടുത്തെ എല്ലാ എസ്റ്റേറ്റുകളിലും കെമിക്കൽസൊക്കെ അടിച്ച് നമുക്ക് എന്താ പറയുക ആ ഒരു സമയം കെമിക്കൽ അടിക്കുമ്പോൾ അതിൻ്റെ അടുത്ത് കൂടി പോകാൻ തന്നെ പറ്റില്ല. അപ്പോൾ ആ ഒരു പ്രയാസം ഉള്ളതുകൊണ്ട് റിസോർട്ടും കൂടി ഉള്ളതുകൊണ്ട് അതൊരു ഗസ്റ്റിന് പ്രയാസമാവും എന്നുള്ള ഒരു മുൻകാഴ്ച കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്ത് പിന്നെ അധികം മാരകമായിട്ടുള്ള വിഷങ്ങളൊന്നും അടിക്കാത്ത രീതിയിൽ എങ്ങനെ ഇത് കൃഷി ചെയ്യാൻ പറ്റും, അത് ഇവിടെ ഈ വയനാട്ടിൽ അനുയോജ്യമാണോ എന്നുള്ളതൊക്കെ ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഓരോ ഓർഗാനിക്കും ഹോമിയോപ്പതിയും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരൊക്കെ സമീപിച്ചു നോക്കി. അങ്ങനെ പിന്നെ ആദ്യം ഈ കമ്പനിയുടെ പേരൊന്നും ഓർമ്മല്ല. പിന്നെ ആദ്യം ഒരു ഹോമിയോപ്പതി ചെയ്യുന്ന പിന്നെ ഓർഗാനിക് തന്നെയാണ് ഒരു ഹോമിയോപ്പതി ചെയ്യുന്ന ഒരു ടീമിനെ കണ്ടെത്തി. അവർ വന്നു, സ്ഥലം കണ്ടു. അപ്പോൾ നട്ടിട്ടുണ്ടായിരുന്നു. ഓരോ മരുന്നുകൾ പരിചയപ്പെടുത്തി അതൊക്കെ ഒഴിച്ചു കൊടുത്തു. ഒരു 3-4 മാസമായിട്ടും എന്താ പറയാ നമ്മൾ പ്രതീക്ഷിച്ച ഒരു ചീമ്പ് വളർച്ചയും ഒരു പച്ചപ്പൊന്നും ആ ഒരു ചെടിക്ക് വന്നില്ല. ശരിക്കും ഇവിടെ പെട്ടെന്ന് ഏലം പിടിക്കുന്ന സ്ഥലമാണ്. വെറുതെ ഒരു വേരിട്ടാൽ തന്നെ പിടിക്കുന്ന ആ ഒരു സ്ഥിതിയുള്ള ഏരിയയാണിത്. പക്ഷെ നമുക്ക് ആ ഒരു ഗ്രോത്ത് കിട്ടാത്തപ്പോൾ ഭയങ്കര ടെൻഷനായി എന്ന് പറഞ്ഞാൽ ഒരു 4000-ഓളം തൈ വെച്ചിരുന്നു, അതൊന്നും മുളക്കുന്നില്ല. മുതലാളിമാരത്തിനുള്ള പ്രഷർ, പിന്നെ ഓരും വന്ന് നോക്കുമ്പോൾ ഇതൊരു ഗ്രോത്ത് ഇല്ലാത്തെന്നുള്ളൊരു സംസാരമൊക്കെ ആയിപ്പോയി. അങ്ങനെ ഞങ്ങളെ ഈ ഓണേഴ്സിൽ ഉള്ള പിന്നെ ഒരാളെ പരിചയത്തിലാണ് നമ്മൾ ഈ PLTനെ പറ്റി അറിയുന്നത്. അവരാണ് ഈ PLTന്റെ പിന്നെ എക്സിക്യൂട്ടീവ്സിനെ കൊണ്ടുവരുന്നത്. ഇതിന്റെ കുറച്ച് സ്റ്റാഫുകൾ വന്നു. ഇവിടെ എല്ലാ ഭാഗങ്ങളും എല്ലാ പ്രദേശവും നോക്കി, മണ്ണിന്റെ pH നോക്കി. ആദ്യമായിട്ട് മണ്ണിന്റെ pH നോക്കി നടണമെന്നൊക്കെ അന്നാ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം മുമ്പുള്ള കമ്പനിക്കാരൊന്നും അത് പറഞ്ഞിട്ടൊന്നും ഉണ്ടായില്ല. ശരിക്കും ഞങ്ങൾ ഈ ജോലി ആദ്യമായിട്ട്, ഞാനൊക്കെ ഈ ജോലി ആദ്യമായിട്ട് ചെയ്യുന്ന ആളാണ്, ഈ ഏലകൃഷിയൊക്കെ. അപ്പോൾ ഈ pH നോക്കിയിട്ട് വേണം, മണ്ണിന്റെ ഗുണനിലവാരമൊക്കെ അറിഞ്ഞിട്ട് വേണം അവിടെ എന്തൊക്കെ വളം ചെയ്യണം, അവിടെ കൃഷി ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഉള്ളതൊക്കെ PLTക്കാരൻ ഞങ്ങളോട് പറഞ്ഞു. അങ്ങനെ പിന്നെ PLT ഒരുപാട് ഒരു പിന്നെ കോഴ്സ് ആദ്യം ഈ ഇതിന്റെ ഗ്രോത്ത് വരാൻ ഇന്ന ഒരു മരുന്ന് ചെയ്യാന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പിന്നെ ഡോളോമേറ്റ് ആണ് തോന്നുന്നു ഫസ്റ്റ് ആയിട്ട് ഇട്ടത്, pH കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ചെയ്തപ്പോൾ നമുക്ക് ഒരു പ്രതീക്ഷിച്ച പിന്നെ ആദ്യമൊക്കെ നല്ല മഞ്ഞപ്പ് ഉണ്ടായിരുന്നു, അതൊക്കെ മാറിക്കിട്ടായി തോന്നി. പിന്നെ മാക്സ്റ്റോൺ ജെല്ല്, പിന്നെ നമ്മളെ ചാണകം, പച്ചച്ചാണകം,
പിന്നെ അങ്ങനെ വേപ്പും പിണ്ണാക്ക് ഇതെല്ലാം കൂടി പുളിപ്പിച്ച് ഒരു 2 ആഴ്ചത്തോളം പുളിപ്പിച്ച് വെച്ച് അത് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്താൽ നന്നാവുന്നവർ പറഞ്ഞു. അങ്ങനെ ആ ഒരു അഭിപ്രായ പ്രകാരം നമ്മൾ ഒഴിച്ചു കൊടുത്തു. തോട്ടം മൊത്തം ഒഴിച്ചു കൊടുത്തു, വൃത്തിയിൽ ഒഴിച്ചു കൊടുത്തു. അങ്ങനെ ശരിക്കും ഒരു 15 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് വന്നു തുടങ്ങി. നല്ലോണം ചീമ്പടിക്കാൻ തുടങ്ങി, നല്ല ചീമ്പടിക്കാൻ തുടങ്ങി. ഒപ്പം തന്നെ മണ്ണിലേക്ക് വളം ഇറങ്ങിയതോടെ, വെള്ളം പോലെ ഇറങ്ങിയതോടെ തന്നെ നല്ലൊരു മാറ്റം നമുക്ക് കിട്ടി, പ്രതീക്ഷിക്കാത്തൊരു മാറ്റം കിട്ടി. അപ്പോൾ തന്നെ നമ്മൾ ഓൾറെഡി ഹാപ്പിയായി. പിന്നെ അങ്ങനെ ചെടി അത്യാവശ്യം നല്ല വളർച്ച വന്നതിന് ശേഷം നമ്മൾ വർഷം ന്യൂട്രിമിലൊക്കെ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പണിക്കൂലിയും ഇതിൻ്റെ മരുന്നിൻ്റെ ചിലവും മറ്റുള്ള എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകണമെങ്കിൽ അത്യാവശ്യം നല്ല കായ് വേണം. അപ്പോൾ അതിനെന്ത് ചെയ്യുന്നുള്ള സംസാരിച്ചപ്പോഴാണ് അമിനോയേജ് എന്നുള്ളൊരു പ്രൊഡക്റ്റിനെ പറ്റി ഒരു പറഞ്ഞത്. അത് ഈ പറഞ്ഞ പോലെ സ്പ്രേ ചെയ്ത് കൊടുത്തു, അത്യാവശ്യം നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുത്ത് കുഴപ്പമില്ല. അപ്പോൾ നല്ല അത്യാവശ്യം കായുണ്ട്, കായ് നല്ല എല്ലാവരും റാത്താണ്. അതായത് കായ് നല്ല ഒരു ഷേപ്പും ഉണ്ട്, നല്ല ഫിനിഷിങ്ങും ഗ്രീനറി ആയിട്ട് കായും ഉണ്ട്. പൂവ് നല്ലപോലെ ഫ്ലവറിങ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ അടിച്ച് ഒരു 15-20 ദിവസത്തിനുള്ളിൽ അത്യാവശ്യം നല്ല ഫ്ലവറിങ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ഏലം പിന്നെ നല്ല കായുണ്ട്. മാഷാ അല്ലാഹ് നമ്മളിപ്പോൾ ഈ ഒരു പിന്നെ കമ്പനിയിൽ സംതൃപ്തരാണ്. പിന്നെ ഒരു മാസത്തിലോ അല്ലെങ്കിൽ 3 മാസം 4 മാസം കൂടുമ്പോൾ ഒരു വിസിറ്റിംഗ് ഉണ്ടാവും. പിന്നെ നമുക്ക് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും അപ്പപ്പോലെ വിളിച്ച് നോക്കാനൊരു സ്റ്റാഫ് ഉണ്ട്. അവരെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ അതിനനുസരിച്ച് സംഭവങ്ങളൊക്കെ പറഞ്ഞുതരും. മൊത്തത്തിൽ ഇപ്പോൾ നമ്മൾ ഈ ഒരു കമ്പനിയെ കൊണ്ട് റാഹത്തായ ആണ് പോകുന്നത്.